ഹലോ, എല്ലാവർക്കും നമസ്കാരം. എനിക്കെന്തോ ആ പഴയ കാലത്തേക്ക് തിരിച്ചു പോകാൻ തോന്നുന്നു. ഈ പഴയ കാലം എന്ന് പറയുമ്പോൾ ഒരുപാട് പഴയ കാലമൊന്നും അല്ല കേട്ടോ. ഒരു 10 വർഷം മുമ്പുള്ള ആ ഒരു ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാൻ വളരെ അദമ്യമായ ആഗ്രഹം തോന്നുന്നുണ്ട്. നമ്മളെല്ലാവരും മതമൈത്രിയോടും സാഹോദര്യത്തോടും കൂടി ഒരുമിച്ച് ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്ന ആ ഒരു പഴയ കാലത്തേക്ക്, ഇവിടെ സുഡാപ്പിയോ സംഖ്യയോ ക്രിസംഖ്യയോ ഒന്നും ഇല്ലാതിരുന്ന ആ പഴയ കാലത്തേക്ക്, ഉണ്ണുന്ന ഭക്ഷണത്തിന്റെ പേരിലോ ഉടുക്കുന്ന വസ്ത്രത്തിന്റെ പേരിലോ ഒരാളും കൊല ചെയ്യപ്പെടാത്ത ആ ഒരു പഴയ കാലഘട്ടത്തിലേക്ക്, എല്ലാവരും ഒരുമയോടെ അമ്പലത്തിലെ ഉത്സവങ്ങളായാലും പെരുന്നാളായാലും പള്ളിപ്പെരുന്നാളായാലും ഒരേ മനസ്സോടെ സാഹോദര്യത്തോടെ ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മൾ ഒരുമിച്ച് ആഘോഷിച്ചിരുന്ന ആ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാൻ തോന്നുകയാണ്. എന്തോ നമുക്ക് എന്തൊക്കെയോ കാര്യമായ ചിലതെല്ലാം ഈ കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടതായിട്ടാണ് തോന്നുന്നത്. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നമ്മുടെ ജീവിതം, ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നമ്മുടെ ഇന്ത്യ. പക്ഷെ ആ പഴയ ഇന്ത്യയെ തിരിച്ചു പിടിക്കാനുള്ള വലിയൊരു അവസരമാണ് ഇപ്പോൾ നമുക്ക് കൈവന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും ഒരുമിച്ച് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അത് സംഭവിക്കുക ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല. അതുകൊണ്ട് നാളെ തിരഞ്ഞെടുപ്പാണ്. നമുക്കെല്ലാവർക്കും നമുക്ക് നഷ്ടപ്പെട്ടു പോയ പലതും തിരിച്ചു പിടിക്കാനുള്ള ഒരു ദിവസമാണ്. നമ്മളെന്നും ഒരുമയോടെ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ വ്യത്യാസമില്ലാതെ ഓണവും പെരുന്നാളും ക്രിസ്മസും ഈസ്റ്ററും വിഷുവും എല്ലാം ഒരുമിച്ച് ആഘോഷിച്ച് ഒരു പാത്രത്തിൽ നിന്ന് ഒരുമിച്ചിരുന്ന് നോമ്പ് തുറന്ന് അങ്ങനെ കഴിഞ്ഞിരുന്ന ആ സ്നേഹനിർഭരമായ ദിവസങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ ആ ഒരു സമ്മതിദാനാവകാശം തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തണം. ഒരു വോട്ടറുടെ പവർ നമ്മുടെ നാട്ടിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്, അത് വിലമതിക്കാനാവാത്തതാണ്. ആ പവർ ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരും ഏറ്റവും നല്ല രീതിയിൽ അത് ഉപയോഗിച്ചുകൊണ്ട് ഈ നാടിനെ തിരികെ പിടിക്കാൻ സഹായിക്കണം. ഒരു കാരണവശാലും വർഗീയതയും ജാതിയും മതവും മതവെറിയും പ്രചരിപ്പിക്കുന്ന ഒരുത്തനെയും നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കരുത്. നമ്മുടെ നല്ല നാളേക്കായി, നമ്മുടെ കുട്ടികളുടെ നല്ല ഭാവിക്കായി നമുക്ക് ഏറ്റവും നല്ല ജനപക്ഷത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുന്ന, നാടിനു വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന നല്ല ജനപ്രതിനിധികൾ മാത്രം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണം. ഒരിക്കലും നമ്മൾ മതമോ ജാതിയോ വർണ്ണമോ നമ്മുടെ തിരഞ്ഞെടുപ്പിനെ ബാധിക്കരുത്. നിങ്ങളുടെ തീരുമാനങ്ങൾ ഏറ്റവും നല്ലതാവട്ടെ. നമുക്ക് ആ പഴയ ഇന്ത്യയെ തിരിച്ചു കൊണ്ടുവരാൻ ഒരുമിച്ച് ശ്രമിക്കാം. നന്നാവട്ടെ. നാളത്തെ തിരഞ്ഞെടുപ്പിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം ഏറ്റവും മികച്ചതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ജയ് ഹിന്ദ്.